ഒരു വാർത്ത കൊണ്ട്, ഒരക്ഷരം കൊണ്ട് നിങ്ങളൊന്ന് അതിനെ വിമർശിക്കാൻ തയ്യാറായോ? ഒരക്ഷരം കൊണ്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ അതിന് തയ്യാറായോ? കളമശ്ശേരി പോളിടെക്നിക്കിലെ ലഹരി ഇഷ്യൂ SFIയുടെ തലയിൽ ചാർത്താനാണ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളും പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ലഹരി എത്തിച്ച KSUവിൻ്റെ നേതാവായിട്ടുള്ള മുൻ വിദ്യാർത്ഥിയും പിന്നെ ലഹരി വിപണനത്തിന് വേണ്ടി തയ്യാറെടുത്ത KSUവിൻ്റെ നേതാവായിട്ടുള്ള നിലവിലത്തെ വിദ്യാർത്ഥിയും അറസ്റ്റിലായി. അവർ KSUവിൻ്റെ പ്രവർത്തകരാണ് എന്ന കാര്യം ഒരിക്കൽ പോലും മാധ്യമങ്ങളോ മറ്റ് പ്രതിപക്ഷ നേതാക്കളോ പരസ്യമായി പറയുന്നില്ല. ഇന്ന് പത്രസമ്മേളനം വിളിച്ചാണ് KSUവിൻ്റെ സംസ്ഥാന നേതാക്കൾ ഈ കാര്യം വെളിപ്പെടുത്തിയത്. മാത്രമല്ല ദൃശ്യങ്ങളും പുറത്തുവിട്ടു. ഈ വാർത്ത നേരത്തെ പ്രസ് വൺ TVയും ചെയ്തത് തന്നെയാണ്. കളമശ്ശേരി പോളിടെക്നിക്കിലെ KSUവിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിനകത്ത് ഇവരുടെ ദൃശ്യങ്ങളുണ്ട്. അത് പുറത്ത് വന്നതായപ്പോഴത്തേക്കും അത് ഡിലീറ്റ് ചെയ്യാറും അതിന് മുമ്പേ സ്ക്രീൻഷോട്ട് പുറത്ത് വന്നിരുന്നു. മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ തെളിവുകൾ കാണിച്ചാണ് SFI ഇക്കാര്യം വ്യക്തമാക്കിയത്. മാധ്യമപ്രവർത്തകർക്ക് പലർക്കും ഇതിന് ഉത്തരമില്ലായിരുന്നു. ഇതിനുശേഷം പിന്നെ ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് അവർ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ വഴങ്ങാതെ ശക്തമായിട്ടാണ് SFI ഈ കാര്യം അവതരിപ്പിച്ചത്. SFI നേതാക്കളുടെ ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. 2 കിലോ കഞ്ചാവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ KSUവിന്റെ നേതാവ്, KSUവിന്റെ പ്രവർത്തകൻ ആകാശ്, തുടർന്ന് അതിന്റെ തുടർച്ചയെന്നോണം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ഷാലിഖ്, ആഷിഖ് എന്നിവരെ പൂർവ്വ വിദ്യാർത്ഥികളായി മാധ്യമങ്ങൾ അവതരിപ്പിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സത്യം? ഇവർ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നുള്ളത് അർദ്ധസത്യമാണ്. അതോടൊപ്പം അവർ KSUവിന്റെ മുൻ യൂണിറ്റ് സെക്രട്ടറിയാണ് ഷാലിഖ്. ആഷിഖ് KSUവിന്റെ സജീവ പ്രവർത്തകൻ. ഇവർ രണ്ടുപേരുമാണ് ഈ കിലോ കണക്കിലുള്ള കഞ്ചാവ് ക്യാമ്പസിൽ എത്തിച്ചത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ ഏതെങ്കിലും ഒരു കേരളത്തിലെ സുപ്രധാനമായ ചില ദിനപത്രങ്ങളാണ്. ഒന്ന് മാതൃഭൂമിയിലെ വാർത്ത ഇങ്ങനെയാണ്: കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി 909 ആകാശിന്റെ റൂമിൽ നിന്ന്. തുടർന്നുള്ള വാർത്ത ഇങ്ങനെയാണ്: കോളേജിലെ യൂണിയൻ ജനറൽ സെക്രട്ടറിയും SFI നേതാവുമായിരുന്ന എന്ന നിലയിലാണ് അടുത്തത് അവതരിപ്പിക്കുന്നത്. എന്നാൽ അതിലെവിടെയും ഈ ആകാശ് എന്ന വ്യക്തി KSUവിന്റെ നേതാവാണെന്നും ഇയാൾ 2 കിലോ കഞ്ചാവ് പൊസിഷനിൽ വെച്ച ആളാണെന്നും ഇയാളുടെ ത്രാസ് ഉൾപ്പെടെയുള്ളത് ഇദ്ദേഹത്തിന്റെ റൂമിൽ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് ഒരു വാക്ക് പോലും ഇതിലില്ല. ഇത് മാതൃഭൂമിയുടെ അവസ്ഥ. മറ്റൊന്ന് ചന്ദ്രികയാണ്. ചന്ദ്രികയുടെ പ്രത്യേകിച്ച് പ്രഖ്യാപനം നടത്തേണ്ട അവരുടെ അജണ്ട ഞങ്ങൾക്ക് അറിയാം. പക്ഷെ എന്താ അതിലെ വാർത്ത കൊടുക്കുമ്പോൾ സത്യം കൊടുക്കണ്ടേ? ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട, SFI നേതാവ് അടക്കം 3 പേർ പിടിയിൽ. അടുത്തത് മംഗളമാണ്. 3 SFIക്കാർ അറസ്റ്റിൽ. ഇതാണ് വാർത്ത. 3 SFIക്കാർ അറസ്റ്റിൽ. മലയാള മനോരമയാണ് ഇതിലേറെ വ്യത്യസ്തമായി നിൽക്കുന്നത്. പിടിച്ചത് 2 കിലോ, പ്രതികളിൽ SFI നേതാവ്. ഇതിൽ എന്താണ് സത്യമുള്ളത്? 2 കിലോ കഞ്ചാവുമായി ബന്ധപ്പെട്ട് മനോരമ കൊടുത്തിട്ടുള്ള വാർത്തയുമായി ബന്ധപ്പെട്ട് എന്തിനാണ് സത്യമുള്ളത്? ഇവിടെ പിടിക്കപ്പെട്ട ആഷിഖും അതിനെ തുടർന്ന് ഇന്നിവിടെ പിടിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരും 3 പേരെ ഇന്നിപ്പോ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന 3 പേരും KSUവിന്റെ നേതാക്കന്മാരാണ്. ഒരു വാർത്ത കൊണ്ട്, ഒരക്ഷരം കൊണ്ട് നിങ്ങളൊന്ന് അതിനെ വിമർശിക്കാൻ തയ്യാറായോ? ഒരക്ഷരം കൊണ്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ അതിന് തയ്യാറായോ? ഇതാ ചിത്രങ്ങൾ സഹിതം നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. നിങ്ങൾ കൊടുത്തിട്ടില്ല. ഇതാ അവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ. ഈ ഫോട്ടോ ഇന്നലെ ചിലർ ആവശ്യം ഫോട്ടോ ആയിരുന്നു. KSU പ്രവർത്തകനായ സമീർ, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള മുൻ യൂണിറ്റ് സെക്രട്ടറി ഷാലിഖ്, ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആഷിഖ്, KSU ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി അനസ്, ഇന്നലെ പ്രസ് മീറ്റ് വിളിച്ച ആള്, ഇവരെല്ലാം ഒരുമിച്ചിരിക്കുന്ന KSUവിന്റെ അവിടുത്തെ മീറ്റിംഗിന്റെ ഫോട്ടോ. ഇതൊന്ന്, ആ ഫോട്ടോയിലുള്ള ഈ വെള്ള ഷർട്ടുകാരൻ KSUവിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ജിഷ്ണു, അതിനെ തൊട്ടപ്പുറത്ത് KSUവിന്റെ ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഷാലിഖ്. ഇതിനപ്പുറത്തേക്ക് മറ്റെന്താണ് നിങ്ങൾക്ക് ആവശ്യം? ഒരക്ഷരം കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും മുൻ വിദ്യാർത്ഥി, പൂർവ്വ വിദ്യാർത്ഥി എന്നല്ലാതെ മാധ്യമങ്ങളൊന്ന് പറയാൻ തയ്യാറായോ? നിങ്ങൾക്ക് അജണ്ടയുണ്ട്, നിങ്ങൾ പക്ഷപാതപരമാണ്, നിങ്ങൾ നിഷ്പക്ഷരെന്ന് ചമഞ്ഞ് ഇടതുവിരുദ്ധത ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങേയറ്റം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അതിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ്. അങ്ങേയറ്റം പ്രതിഷേധം. ആ പ്രതിഷേധം സ്വാഭാവികമായിട്ടും നീതിയുക്തമായ ഒരു കാര്യത്തെ സമീപിക്കുന്നതിൽ മാധ്യമധർമ്മം മറന്നുകൊണ്ട് നിങ്ങൾ ഇടപെട്ടു. അതിലവിടെ കഴിഞ്ഞോ? അവിടെയും കഴിയുന്നില്ല. KSUവിന്റെ കേരളത്തിലെമ്പാടുമുള്ള KSUവിന്റെ നേതാക്കന്മാർ ഇപ്പോൾ യാത്രയിലാണ്. ആ യാത്രയുടെ പ്രത്യേകത എന്താ? ആ യാത്രയുമായി ബന്ധപ്പെട്ട എന്താണ് പ്രത്യേകത? ആ യാത്ര ഇപ്പോൾ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ആ യാത്ര നടത്തി എറണാകുളത്തെത്തിയപ്പോ തൃശൂർ ജില്ലാ പ്രസിഡന്റും ഡീസോൺ കലോത്സവത്തിൽ SFI-ക്കാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള തൃശൂർ ജില്ലാ പ്രസിഡന്റ് KSUവിന്റെ ഗോകുൽ ഗുരുവായൂർ എന്ന് പറഞ്ഞ ആളുടെ കൂടെ നിൽക്കുന്ന ആളാരാണ്? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അറിയില്ലേ? മരട് അനീഷിനെ നിങ്ങൾക്ക് അറിയോ? മരട് അനീഷിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ന്യൂസ് അവർ ഡിബേറ്റ് വരെ നടത്തിയ കേരളമാണ്. ന്യൂസ് അവർ ഡിബേറ്റ് നടത്തി മരട് അനീഷിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തില്ലേ? മരട് അനീഷ് ആരാണ്? മരട് അനീഷ് ഈ നാട്ടിൽ നടത്തുന്നത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? കൊട്ടേഷൻ, ഭൂമാഫിയ, ലഹരി മയക്കുമരുന്ന് കേസുകളിൽ മുഖ്യ പ്രതിയായിട്ടുള്ള ഇയാൾ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകന്റെ ഉച്ച ചങ്ങാതിയാവുന്നത്? അതും KSUവിന്റെ ജാഥ എറണാകുളം ജില്ലയിൽ എത്തിയപ്പോഴേ ഈ ഫോട്ടോ പുറത്തു വന്നത്. അതേ സമയത്തല്ലേ KSUവിന്റെ നേതാക്കന്മാരിൽ നിന്ന് ഇത് പിടിക്കപ്പെട്ടത്? ഇന്നലെ രാവിലെ തൊട്ട് ഇപ്പൊ നിങ്ങളുടെ പല ചോദ്യങ്ങളും പലരോടും ഞങ്ങൾ കേട്ടു. ഇതിൽ രാഷ്ട്രീയമുണ്ടോ? എന്താ പ്രശ്നം? രാവിലെ 8 മണി തൊട്ട് നിങ്ങൾ SFI എന്ന് പറഞ്ഞു തുടങ്ങി. 8 മണി തൊട്ട് ഉച്ചയ്ക്ക് ശേഷം KSUവിന്റെ നേതാക്കന്മാർ പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ U-ടേൺ എടുത്തു നിങ്ങളും KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റും ഉൾപ്പെടെ. എന്താ എടുത്തത്? ഇത് രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയമില്ല. നിങ്ങൾ പിന്നീട് എന്താക്കിയത്? പൂർവ്വ വിദ്യാർത്ഥിയാക്കി, വിദ്യാർത്ഥികളാക്കി. അതുവരെ SFI-യെ നിങ്ങൾ ആക്രമിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം SFI-യുടെ സംസ്ഥാന ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങൾ വിശദീകരിച്ചല്ലോ. ഞങ്ങൾ അതിൽ കൃത്യമായി നിലപാടെടുത്തല്ലോ. നിലപാട് ചോദിക്കാൻ പോലും നിങ്ങൾ ചെന്നോ? അത് ചെന്നില്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ വിരോധാഭാസം എന്ന നിലയിൽ നിങ്ങൾ ചില വസ്തുതകൾ മറച്ചു പിടിക്കാൻ ബോധപൂർവമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് രാവിലെ പൂർണ്ണമായും നിങ്ങൾ അസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ അസത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്താ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. KSUവിന്റെ നേതാവായിരുന്നു, അയാളെ അറസ്റ്റ് ചെയ്തിട്ട്. എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്നായിരുന്നു പിണറായി വിജയന്റെ പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാരുടെ ചോദ്യം. ഇന്ന് അറസ്റ്റ് ചെയ്തല്ലോ, തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾ തയ്യാറാണ്?